ഡാ കണ്ണാപ്പികളെ, നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പുള്ളി ചെയ്തു വെച്ചേക്കുന്ന ഇതിന്റെ റേഞ്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ നിന്റെ ചേട്ടന്മാരോട് ചോദിക്കണം ആദ്യം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ അച്ഛനോടും അപ്പൂപ്പനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പം മനസ്സിലാവും. കാര്യം ഇന്ത്യൻ സിനിമയിൽ തന്നെ എക്കാലത്തെയും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിട്ട് ഇപ്പോഴും കണക്കാക്കുന്ന ഒരു പെർഫോമൻസിനെയാണ് നീയൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ച് കീറാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്റെയൊക്കെ ഇഷ്ട നടൻ പോലും ഒരു ആക്ടിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്കായിട്ട് ഈ പെർഫോമൻസ് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും. ഇഷ്ട നടനെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല മോനെ. വെറുതെ ആ ഐറ്റത്തിന്റെ മുമ്പിൽ ഈ ഐറ്റം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ ചെയ്ത് നോക്കി നോക്കി ഇഷ്ട നടന് ഹേറ്റ് വാങ്ങിച്ച് കൊടുക്കരുത്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇരുവർ വേഴ്സസ് കാന്ത ഈയിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കണ്ണാപ്പി ഡിബേറ്റാണ്. കണ്ണാപ്പി ഡിബേറ്റ് അത് ഏകദേശം എൻഡ് ആയിട്ടുണ്ട്. എൻഡ് ആയതിനു ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. സോ നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഈ കണ്ണാപ്പി ഡിബേറ്റ് അടിച്ചിറക്കിയ കണ്ണാപ്പികൾക്ക് ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ 1997, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1997 ഇരുവർ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത്. മണിരത്നം ഡയറക്ഷനിൽ മോഹൻലാൽ, പ്രകാശ് രാജ്, നാസർ, ഗൗതമി, ഐശ്വര്യ റായ്, നമ്മുടെ പിന്നെ ആരായിരുന്നു, രേവതി, അങ്ങനെ ഗംഭീര ഒരു സ്റ്റാർ കാസ്റ്റിലാണ് ഈ പടം വരുന്നത്. ഈ പടം അന്ന് വന്നപ്പോഴത്തേക്കും തിയേറ്ററിൽ ഇത് വലിയ രീതിയിലുള്ള വിജയമൊന്നും ആയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അന്ന് ഈ സിനിമ പടക്കമായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ണാപ്പി ഫാൻസ് അഹങ്കരിക്കുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ടേ. ഇപ്പം ഇറങ്ങിയ നിങ്ങളുടെ ഈ പടം പടക്കമായില്ലേ, അതിനിപ്പോൾ ഒരുപാട് കാരണങ്ങളില്ലേ. നിങ്ങൾ കുറേ ക്യാപ്സ്യൂൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളേ. അതുപോലുള്ള ക്യാപ്സ്യൂളല്ല, ശരിക്കും ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ സിനിമ ഇന്നും ഒരു ബയോപിക്, അതായത് ഇരുവർ എന്ന് പറയുന്ന സിനിമ ഇന്നും ഒരു ബയോപിക് ആയിട്ട് ചില ആളുകൾ കരുതുന്നുണ്ട്. പക്ഷേ ഇതൊരു ബയോപിക് അല്ല. തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ടുള്ള കരുണാനിധിയുടെയും MGRൻ്റെയും റിയൽ ലൈഫ് റിലേഷൻസും റൈവൽറിയും അതിൻ്റെയൊക്കെ ഒരു ഫിക്ഷണൽ വേർഷനാണ് ഈ സിനിമ എന്ന് പറയുന്നത്. റിയൽ ലൈഫ് സ്റ്റോറി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണെന്ന് പറഞ്ഞ് കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന് പറയുന്ന സിനിമയിലും വന്നേക്കുന്നത്. മറ്റേ ത്യാഗരാജ ഭാഗവതറിൻ്റെ തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ്. അങ്ങേരുടെ റിയൽ ലൈഫ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിലും അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുള്ള ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് കാന്ത എന്ന് പറയുന്ന സിനിമയും. ഇനി നമുക്ക് ഇരുവരിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ സിനിമ ഈ MGRൻ്റെയും കരുണാനിധിയുടെയും സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസായ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. കാര്യം പൊളിറ്റിക്കലായിട്ടുള്ള റൈവൽറി നമുക്കറിയാം, തമിഴ്നാട്ടിൽ അത് ഭയങ്കരമാണ്. ദ്രാവിഡ ഘടകം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം തന്നെ ഈ സിനിമയ്ക്ക് എതിരായിട്ട് മുന്നോട്ട് വന്നു. അവർ ഈ സിനിമ പോയി കാണരുതെന്ന് പറഞ്ഞ് പബ്ലിക്കിന് അവയർനെസ് കൊടുത്തു. തിയേറ്റർ ഓണേഴ്സിനെ വിരട്ടാൻ തുടങ്ങി. വൻ ഭീഷണിയായിരുന്നു. തിയേറ്റർ കത്തിക്കുമെന്ന് പറഞ്ഞു പടം റിലീസ് ആ തിയേറ്ററിൽ ചെയ്യുവാണെങ്കിൽ. അങ്ങനെ പല ഭീഷണികളും നേരിട്ടിട്ടാണ് ഈ സിനിമ റിലീസാകുന്നത്. ആ സമയത്ത് ഒരു സ്ട്രൈക്കും കൂടി വന്നു. FEFSI, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഒരു സ്ട്രൈക്കായിരുന്നു ആ സമയത്ത്. അതൊക്കെ ഈ സിനിമയുടെ റണ്ണിനെ വളരെ മോശമായിട്ട് തന്നെ ബാധിച്ചു. പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പ്രഷർ, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രഷർ, അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ ഒരു അട്ടപ്പടലം ബോക്സ് ഓഫീസ് ബോംബായിട്ട് മാറി. അതിനുശേഷം പിന്നെ ഈ സിനിമ അങ്ങോട്ട് ആളുകൾ കാണും തോറും ഈ സിനിമയുടെ സ്റ്റാറ്റസ് ഇങ്ങനെ മാറി ഇന്നൊരു കൾട്ട് സ്റ്റാറ്റസ് ഉള്ള, ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫേവററ്റ് പെർഫോമൻസിൽ ഒന്നായിട്ടുള്ള, ഒരുപാട് സെലിബ്രിറ്റികളുടെ ഫേവററ്റ് സിനിമ ലിസ്റ്റിലുള്ള സിനിമയായിട്ടാണ് ഇരുവർ എന്ന് പറയുന്ന സിനിമ ഇന്ന് നിലകൊള്ളുന്നത്. നിൻ്റെയൊക്കെ ഇഷ്ട നടൻ്റെ ഫേവററ്റ് ലിസ്റ്റിലും ഈ സിനിമ ഉണ്ടാവും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ 2013 മണിരത്നം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, അങ്ങേരുടെ അതുവരെയുള്ള സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പുള്ളി മനസ്സിൽ കരുതുന്ന ഒരു സിനിമ ഇരുവരാണെന്ന്. മോഹൻലാലിൻ്റെ അഭിനയം കണ്ട് പല ഷോട്ടിനും കട്ട് പറയാൻ തന്നെ പുള്ളി മറന്നുപോയതായിട്ടും പുള്ളി ആ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അതാണ് മക്കളെ ഇരുവർ, അതാണ് ലാലേട്ടൻ. സോ അതുകൊണ്ട് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് വെറുതെ മണൽ കയറ്റി വിടല്ലേ. ഈ സംഭവമാണ്, ഈ ഡയലോഗാണ്, മമ്മൂക്കയുടെ ഈ മാരക ഡയലോഗാണ് എനിക്ക് ഈ ദുൽഖർ ഫാൻസ് കിടന്ന് ഈ കാന്ത എന്ന് പറയുന്ന സിനിമേനെ ഇരുവരുടെയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഇനി കാന്തയിലേക്ക് വരാം. കാന്ത എന്ന് പറയുന്ന സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും ഒരു റിയൽ ലൈഫ് സിനിമയാണെന്ന് പറയുന്നു. റിയൽ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണെന്ന് പറയുന്നു. എങ്കിലും റിയൽ ലൈഫ് ഇൻസിഡൻസ് എടുത്തിട്ടുണ്ടാവും. പക്ഷേ അതിനെ ഫിക്ഷണലൈസ് ചെയ്ത് ഇറക്കിയ ഒരു പടം തന്നെയാണ് കാന്ത. അതിപ്പം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും. കാര്യം ആ സിനിമ എല്ലാത്തരം ഓഡിയൻസിനെയും തിയേറ്ററിൽ പോയി കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പടമൊന്നുമല്ല. അതുകൊണ്ടാണ് ആ പടം പരാജയമായി പോയത്. പടം മോശമായിട്ടല്ല, ദുൽഖറിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈനസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ ആ സിനിമ കണ്ടിറങ്ങിയ ഏതൊരു പ്രേക്ഷകനും തോന്നും. അമ്മാതിരി ലെവലിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ അത് വേണ്ട. കാര്യം ലാലേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന ഇരുവരിലൊരു സാധനം എന്ന് പറയുന്നത് അതൊരു ഇന്ത്യയിലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു 30 പെർഫോമൻസ് എടുത്ത് നോക്കണം, അതിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസാണ് ഇരുവരിലേത്. അപ്പോൾ അതുമായിട്ട് പറഞ്ഞ് വെറുതെ
അതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഡബ്ബിങ് പ്രശ്നങ്ങൾ പറഞ്ഞുള്ള പോരായ്മകൾ കളിയാക്കുന്നുണ്ട്. കാര്യം ഡബ്ബിങ്ങിൽ പോരായ്മയുണ്ട്. കാര്യം ലാലേട്ടന് അതർ ലാംഗ്വേജ് ഡബ് ചെയ്യുമ്പോഴത്തേക്കും പോരായ്മ ഉണ്ടാകാറുണ്ട്. അതൊക്കെ പുള്ളിയുടെ ആക്ടിങ് വെച്ച് പുള്ളി നിസ്സാരമായിട്ട് മറച്ചു കളയുന്ന വ്യക്തിയാണ് പുള്ളി. പുള്ളിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പുള്ളിയുടെ ലിമിറ്റേഷൻസ് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നും അറിയാവുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം കോട്ടിടാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് കളിയാക്കും. എമ്പുരാൻ ഇറങ്ങിയപ്പോൾ കളിയാക്കി. തുടരും ഒരു മുണ്ടെടുത്ത് വന്നിട്ട് കണ്ടില്ലേ കാണിച്ച് കൂട്ടിയത്. അപ്പം അത്രേ ഉള്ളടേ പുള്ളീനെ ലിമിറ്റേഷൻസ് പുള്ളിക്കുണ്ട്. പുള്ളിക്കത് നിസ്സാരമായിട്ട് ഓവർകം ചെയ്യാൻ അറിയാം, നിസ്സാരമായിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെ വെറുതെ അതും അന്നിറങ്ങിയ ഒരു കൾട്ട് ക്ലാസിക്ക് പടമാകാൻ വെച്ച് കമ്പയർ ചെയ്ത് എന്തൊക്കെ കോലാഹലമാണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസങ്ങൾ. അതിൽ DQ ഫാൻസ് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല, കാന്തയിലെ പെർഫോമൻസും ഇരുവരിലെ ലാലേട്ടൻ്റെ പെർഫോമൻസും അല്ലെങ്കിൽ കാന്ത ഇരുവർ 2 സിനിമകൾ തമ്മിലുള്ള കമ്പാരിസണും ഇതൊന്നും റൈറ്റ് അല്ല. ഇറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പം എന്തായാലും ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആക്ടറിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാന്തയുടേത്. അദ്ദേഹത്തിൻ്റെ ഈ കാന്ത എന്ന് പറഞ്ഞ സിനിമ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നുമില്ല. അദ്ദേഹത്തിന് കിങ് ഓഫ് കുത്ത പരാജയപ്പെട്ടു. അങ്ങേരെ അതർ ലാംഗ്വേജിൽ പോയി ലക്കി ഭാസ്കർ പോലുള്ള പടം ഇറക്കി 100 കോടി ക്ലബ്ബിൽ കയറ്റി, അവിടെ പോയി. അപ്പോൾ അതാണ് പുള്ളിയുടെ പവർ. ദുൽഖർ സൽമാൻ വേറെ റേഞ്ചാണ്. അപ്പോൾ അങ്ങേരുടെ അടുത്ത ഇനിയിപ്പോൾ വരാൻ പോകുന്ന സിനിമകളൊക്കെ ഹൈലി പ്രതീക്ഷയുള്ള പടങ്ങളാണ്. ഒരു പടം ഡൗൺ ആയി എന്ന് പറഞ്ഞ് ലാലേട്ടനുമായിട്ട് കമ്പാരിസൺ നടത്തി നിങ്ങൾ അടിയുണ്ടാക്കണ്ട. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ലാലേട്ടൻ ഫാൻസും ചെറുതായിട്ട് വടി കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈ പടം ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഡീഗ്രേഡിങ് നടത്തിയായിരുന്നു ലാലേട്ടൻ ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അതിനുള്ളൊരു കൊട്ടായിട്ടാണ് അവർ 20 എടുത്തിട്ട് അലക്കിയത്. എന്തായാലും ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.